കേരളത്തെ കൂടുതൽ സ്ത്രീ സൗഹൃദവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വിപ്ലവകരമായ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്ന പദ്ധതിക്കാണ് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. ഇതോടൊപ്പം അസംഘടിത മേഖലയിലെ സ്ത്രീകളുടെ ക്ഷേമം, അനാഥരഹിത കേരളം എന്ന ലക്ഷ്യം, വിദ്യാർത്ഥിനികൾക്കുള്ള സാമ്പത്തിക സഹായം തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന വലിയൊരു കർമ്മ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്ന ബൃഹത്തായ പദ്ധതിയുടെ ആവിർഭാവം കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ ചരിത്രത്തിലെ തികച്ചും വിപ്ലവകരമായ ഒരു ചുവടുവെപ്പായാണ് കണക്കാക്കപ്പെടുന്നത്. ആർത്തവവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ കാലങ്ങളായി വേരൂന്നിയിട്ടുള്ള അനാചാരങ്ങളെയും തെറ്റിദ്ധാരണകളെയും ശാസ്ത്രീയമായി അഭിസംബോധന ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ ആർത്തവകാല ആരോഗ്യവും അന്തസ്സും പൂർണ്ണമായും സംരക്ഷിക്കുക എന്ന ഉന്നതമായ ലക്ഷ്യമാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ സമയത്ത് പ്രതിമാസം 3 ദിവസം വരെ പ്രത്യേക അവധി അനുവദിക്കാൻ സർക്കാർ കൈക്കൊണ്ട തീരുമാനം ഏറെ ശ്രദ്ധേയമാണ്. കഠിനമായ ആർത്തവവേദനയും ശാരീരികമായ അസ്വസ്ഥതകളും അനുഭവിക്കുന്ന പെൺകുട്ടികൾ ആശ്വാസം പകരുന്നതിനും ആ കാലയളവിൽ അവർക്ക് അർഹമായ വിശ്രമം ഉറപ്പാക്കുന്നതിനും ഈ നടപടി വഴിയൊരുക്കും. അതേസമയം ഇത്തരം അവധികൾ കുട്ടികളുടെ അക്കാദമിക് മികവിനെ ബാധിക്കുമോ എന്ന ആശങ്ക പരിഹരിക്കുന്നതിനായി നഷ്ടപ്പെട്ട പാഠഭാഗങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തീർക്കാൻ വാരാന്ത്യങ്ങളിൽ പ്രത്യേക ക്യാച്ചപ്പ് ക്ലാസുകൾ നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. വിദ്യാർത്ഥിനികളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഒരേപോലെ മുൻഗണന നൽകുന്ന ഈ രീതി ആർത്തവത്തെ ഒരു നിഷിദ്ധ വിഷയമായി കാണാതെ അതിനെ അന്തസ്സോടെയും ആരോഗ്യപരമായ ജാഗ്രതയോടെയും നേരിടാൻ പുതിയ തലമുറയെ പ്രാപ്തരാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കും. അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ നിർണായകമായ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി ഉറപ്പാക്കുന്ന തീരുമാനമാണ്. ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വലിയ മുൻഗണന നൽകുന്നു. കൂടാതെ തൊഴിലിടങ്ങളിൽ ലിംഗഭേദമില്ലാതെ തുല്യവേതനം നൽകുക എന്ന തത്വം കർശനമായി നടപ്പിലാക്കാനും 50-ലധികം സ്ത്രീ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഡേ കെയർ സെന്ററുകൾ ക്രഷുകളും നിർബന്ധമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിലിടങ്ങളിലെ ഇത്തരം മാറ്റങ്ങൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും സ്ത്രീകൾക്കും വലിയൊരു ആശ്വാസവും സുരക്ഷിതത്വവുമാണ് പ്രദാനം ചെയ്യുന്നത്. കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ അനാഥരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വളരെ വിപുലമായൊരു കർമ്മ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനാഥാലയങ്ങളിൽ കഴിയുന്ന കുട്ടികളെ അവഗണനയിൽ നിന്നും മാറ്റി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അന്തസ്സോടെ ജീവിക്കാൻ അവസരമൊരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ദൗത്യം. ഇതിനായി മിഷൻ മോഡ് ദത്തെടുത്ത ക്യാമ്പയിനുകൾ വ്യാപകമായി സംഘടിപ്പിക്കാനും കുട്ടികൾക്ക് ഒരു കുടുംബത്തിന്റെ സ്നേഹവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനായി പരിശീലനം ലഭിച്ച ഫോസ്റ്റർ കുടുംബങ്ങളുടെ ശക്തമായൊരു ശൃംഖല രൂപീകരിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം നടപടികളിലൂടെ കുട്ടികൾക്ക് കുടുംബത്തിന്റെ കരുതലും സ്നേഹവും അനുഭവിക്കാനുള്ള സാഹചര്യം ഒരുക്കി അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മാതൃകയാവാനാണ് കേരളം ലക്ഷ്യമിടുന്നത്. സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബങ്ങളെയും യുവതലമുറയെയും ശാക്തീകരിക്കുന്നതിനായി സർക്കാർ അതിവിപുലമായ ഒട്ടേറെ ക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നത് ഒരു സ്ഥിരമായ അവകാശമാക്കി മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സ്ത്രീകളുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ സാമൂഹികവും തൊഴിൽപരവുമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. ഇതിനു പുറമെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി സർക്കാർ പ്രത്യേകം പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പഠന സഹായമായി പ്രതിമാസം 1000 രൂപ വീതം സർക്കാർ നൽകും. സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം പലപ്പോഴും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് ഈ തുക മികച്ചൊരു കൈത്താങ്ങായി മാറുമെന്നതിൽ സംശയമില്ല. സ്ത്രീകളുടെയും വിദ്യാർത്ഥിനികളുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവർക്ക് കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ അവസരമൊരുക്കുന്നതിനുമുള്ള സർക്കാരിന്റെ ഇത്തരം ജനക്ഷേമ നടപടികൾ കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വഴിയൊരുക്കും. കേരളത്തിന്റെ സ്ത്രീപക്ഷ നയങ്ങളുടെ പുതിയ അധ്യായമായാണ് പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റിയെ വിലയിരുത്തപ്പെടുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്ത്രീകൾക്ക് കരുത്തു നൽകുന്ന ഈ പദ്ധതികൾ കേരളത്തെ കൂടുതൽ പുരോഗമനപരമായ ഒരു സമൂഹമാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല. ഈ പദ്ധതികൾ കൃത്യമായ രീതിയിൽ താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. എന്നാൽ ശക്തമായ ഇച്ഛാശക്തിയോടെ സർക്കാർ നടപ്പിലാക്കുന്ന ഈ ക്ഷേമ നടപടികൾ കേരളത്തിന്റെ സാമൂഹിക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.